എന്നുള്ളത് ഈ ഒരു ചടങ്ങിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹാപ്പി ഫാമിലി. അതായത് ഒരു കുടുംബം, ഒരു മാതാവ്, പിതാവ്, മുത്തശ്ശൻ, മുത്തശ്ശി, കുട്ടികൾ എന്നിവ അടങ്ങുന്നൊരു സ്ഥാപനമാണ് കുടുംബം. ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് ആ കുടുംബത്തെ കൂടുതൽ ഇമ്പമുള്ളതാക്കി മാറ്റുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ ആ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരുമയും സ്നേഹവുമാണ്. ആ മാതാപിതാക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടാണ് ആ വീട്ടിലെ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ ഒരു നല്ല യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു യുവതലമുറയ്ക്ക് ഒരു നല്ല ദാമ്പത്യ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും മാതാപിതാക്കൾ ഒത്തൊരുമയോടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു വീട്ടിൽ ആ വീട്ടിലെ മാതാവും പിതാവും ഒത്തൊരുമയോടെ വളരെ സന്തോഷത്തോടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ തീർച്ചയായും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലുള്ള ആശയവിനിമയം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ജീവിത വിജയത്തിൻ്റെ ഓട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്താറില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്താം. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് രാത്രി എല്ലാവരും കൂടെ രാവിലെ ഭാര്യ ജോലിക്ക് പോകും, ഞാനും ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരമാണ് എല്ലാവരും തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു മേശക്കപ്പുറം ഇരിക്കും. അപ്പോൾ ആ സമയത്താണ് എൻ്റെ 3 മക്കളുണ്ട്. ആ മക്കൾ ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറയും. ഈ പ്രശ്നങ്ങൾ പറയുന്നത് അവൻ്റെ പ്രശ്നമല്ല പറയാം. ഇപ്പോൾ ചെറിയ മോള് പറയാം അവളെ മേലുള്ള മോൻ കാട്ടിയ പ്രശ്നങ്ങളാണ് പറയാം. അവൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഇവൻ്റെ പ്രശ്നം പറയും. അങ്ങനെ ഒരു ആ ദിവസം നടന്ന എല്ലാ സംഭവങ്ങളും അവിടെ വരും. അപ്പോൾ അതിന് നമ്മൾ അവിടെ വെച്ച് പരിഹാരം കാണും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പദ്ധതികളെല്ലാം രൂപപ്പെടുന്നതും ആ ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആശയവിനിമയം. നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു കാലത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ ഉപ്പ, ഉമ്മ, അനിയൻ, പെങ്ങൾ ആർക്കും വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല. എല്ലാ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഉമ്മയാണെങ്കിൽ ഫ്രീ ആയിരിക്കും. ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സമയം ഉണ്ടായിരുന്നു, നമ്മൾ കേൾക്കാനുള്ളൊരു സമയം ഇവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്താലും അതവർ കേൾക്കുന്നു, ഇത് നമുക്ക് വിശ്വാസമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടുന്നത് ഇപ്പോഴത്തെ ഒരു ശരാശരി മലയാളിയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീക്കുന്നു, ഫോൺ നോക്കുന്നു, ഫോൺ തുറക്കുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. ഇതിങ്ങനെ റൗണ്ടായിട്ട് എങ്ങനെ പോകാം. ഒരു ശരാശരി മലയാളി ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്നെ എല്ലാവരും ആകർഷിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആശയവിനിമയം ഇപ്പോൾ കുടുംബത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അതും അപ്പോൾ ഒരു നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു ആശയവിനിമയം കണ്ടെത്താനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അതും ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം, അതുപോലെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂട്ടായ എല്ലാവരും അഭിപ്രായം തേടുന്നതും ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ബൗദ്ധ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ചടങ്ങിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ബൗദ്ധ്യം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ CPM ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദീഖ് സാറാണ്. സിദ്ദീഖ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറെ വളരെ സന്തോഷത്തോടു കൂടി സിദ്ദീഖ് സാറെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഷിഹാബ് താനാളൂരാണ്. ഷിഹാബ് താനാളൂരെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാം ഷഫീഖ് സാർ താനാളൂർ. സാറെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വേറെ ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈലേഷ് സാർ, ഇർഷാദ് സാർ, ഹന്ന ഓൾ, അതേപോലെ തന്നെ ഫരീദ മേഡം, ഇവരെ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക്
സ്വാഗതം ചെയ്തത്. അതുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ബഹുമാനപ്പെട്ട മൻസൂർ സാറാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷെഫീഖ് സാറെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സിദ്ദീഖ് സാറെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.